ഞങ്ങളുമൊക്കെ മന്ത്രിമാരായിട്ട് ഇരുന്നവരാണല്ലോ. ഇത്തരം വിവാദമായിട്ടുള്ള ഒരു ഉത്തരവ് രണ്ട് രൂപത്തിൽ ഉത്തരവ് ഇറങ്ങാറുണ്ട്. ഒന്ന്, മന്ത്രിയോട് ടെലിഫോണിൽ ആശയവിനിമയം നടത്തിയ ശേഷം അത്യാവശ്യ കാര്യങ്ങൾക്ക് ഓർഡർ ഇറക്കാറുണ്ട്. രണ്ടാമതിറക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചില മന്ത്രി ഫയൽ പരിശോധിച്ച ശേഷം മാത്രം മന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഉത്തരവാണ് ഇറക്കേണ്ടത് സംബന്ധിച്ച മന്ത്രിയാണല്ലോ എഴുതി ഒപ്പിടേണ്ടത്. മന്ത്രി എഴുതി ഒപ്പിടാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഒരു ക്ലർക്കിനോ ഒരു സൂപ്രണ്ടിനോ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിക്കോ ഈ കേരള സംസ്ഥാനത്തിന് വേണ്ടി ഉത്തരവ് ഇറക്കാനുള്ള അവകാശമുണ്ടോ? ഇതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. നയപരമായി തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മന്ത്രിയാണോ അതേ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണോ? മന്ത്രിയാണ് ഇത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ മന്ത്രി ഞാൻ കാണാതെ ഒരു ഫയൽ ഉത്തരവായി പോയെന്ന് പറയുന്നതിന് നാണക്കേടാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതന് അവധി അപേക്ഷ നൽകുന്നത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഇടപെടൽ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പാണ് ശരിക്കും ഇതിൻ്റെ അനുമതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പും അത്തരമൊരു കത്ത് നൽകിയെന്നുള്ള വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമ്മോടൊപ്പം സംസാരിക്കുന്നത് CPM നേതാവ് V. ശിവൻകുട്ടി, മുൻ മന്ത്രിയാണ്. R. സുഗതന് തദ്ദേശ വകുപ്പും ആഭ്യന്തര വകുപ്പും ഇതിന് അനുമതി നൽകിയെന്നുള്ളതാണ് നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാവും. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരമൊരു ഉത്തരവ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ രണ്ട് പ്രമുഖ വകുപ്പുകൾ ഇറക്കുന്നത് ഇതാദ്യമായിട്ടാണ്. കാപ്പ കേസിൽ പ്രതിയും നിരവധി കൊലക്കേസിൽ പ്രതിയും നാട്ടുകാർക്കാകെ ഉപദ്രവകാരിയായിട്ടുള്ള കോർപ്പറേഷൻ കൗൺസിലർ BJPയുടെ നേതാവ് R. സുഗതൻ ഇപ്പോൾ കാപ്പ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. അയാൾക്ക് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ 4 കൗൺസിൽ യോഗങ്ങൾ കഴിഞ്ഞു. പക്ഷേ മേയർ രേഖയിൽ കൃത്രിമം കാണിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ കൗൺസിൽ യോഗത്തോടു കൂടി യഥാർത്ഥത്തിൽ അയാളുടെ കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിലും നഷ്ടപ്പെട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇന്നലെ ഒരു നാടകം മേയർ കാണിച്ചിട്ടുണ്ട്. അതിന് ബലം കൊടുത്തത് സംസ്ഥാന ഗവൺമെൻറ് UDF ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടെ ഇറക്കിയ ഒരു ഉത്തരവാണ്. ഒന്ന്, ഈ കാപ്പ കേസ് പ്രതിയെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൗൺസിൽ സ്ഥാനം നിലനിർത്താം എന്നതിനെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾക്ക് കൗൺസിൽ യോഗത്തിൽ പോകാൻ ആയിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഈ സുഗതനെ ഉപദേശിക്കുന്നതായിട്ടാണ് ഈ ഉത്തരവിൽ കാണുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞത്. സ്വാഭാവിക നടപടിയായി കാണാൻ കഴിയും. ഇത് BJP RSSൻ്റെ ഉന്നത നേതാക്കന്മാരും UDFൻ്റെ ഉന്നത നേതാക്കന്മാരും നടത്തിയിട്ടുള്ള കൂട്ടുകച്ചവടമാണ്. അതിലെങ്ങനെയാണ് മുസ്ലിം ലീഗ് ചെന്ന് പെട്ടതെന്ന് സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ഇത് വളരെ വളരെ ഗൗരവത്തോടു കൂടി അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഇതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഈ കോർപ്പറേഷൻ സെക്രട്ടറി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ നിയമാനുസരണം അടുത്ത ഇലക്ഷൻ കമ്മീഷനാണ് കൊടുക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. ഇത് അവർക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരാതി അവർ ചെയ്യേണ്ടിയിരുന്നത് ഒരു കമൻറ്റും നടത്താതെ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടിയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇലക്ഷൻ കമ്മീഷനാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഇത് പക്ഷപാതപരമായിട്ടുള്ളതാണ്. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിൽ ഡീൽ BJPയും കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ടുള്ള ഡീൽ നടന്നിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. ഈ മന്ത്രി താനൊന്നും ആഭ്യന്തരമന്ത്രി പറയുന്നതാണെന്നും അറിഞ്ഞില്ല, അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. ഞങ്ങളുമൊക്കെ മന്ത്രിമാരായിട്ട് ഇരുന്നവരാണല്ലോ. ഇത്തരം വിവാദമായിട്ടുള്ള ഒരു ഉത്തരവ് രണ്ട് രൂപത്തിൽ ഉത്തരവ് ഇറങ്ങാറുണ്ട്. ഒന്ന്, മന്ത്രിയോട് ടെലിഫോണിൽ ആശയവിനിമയം നടത്തിയ ശേഷം അത്യാവശ്യ കാര്യങ്ങൾക്ക് ഓർഡർ ഇറക്കാറുണ്ട്. രണ്ടാമതിറക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചില മന്ത്രി ഫയൽ പരിശോധിച്ച ശേഷം മാത്രം മന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഉത്തരവാണ് ഇറക്കേണ്ടത് സംബന്ധിച്ച മന്ത്രിയാണല്ലോ എഴുതി ഒപ്പിടേണ്ടത്. മന്ത്രി എഴുതി ഒപ്പിടാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഒരു ക്ലർക്കിനോ ഒരു സൂപ്രണ്ടിനോ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിക്കോ ഈ കേരള സംസ്ഥാനത്തിന് വേണ്ടി ഉത്തരവ് ഇറക്കാനുള്ള അവകാശമുണ്ടോ? ഇതൊക്കെ നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. നയപരമായി തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മന്ത്രിയാണോ അതേ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണോ? മന്ത്രിയാണ് ഇത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ മന്ത്രി ഞാൻ കാണാതെ ഒരു ഫയൽ ഉത്തരവായി പോയെന്ന് പറയുന്നതിന് നാണക്കേടാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു സീനിയർ നേതാവ് ഞാൻ കാണാതെ ഫയൽ പോയെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനോട് എല്ലാ ബഹുമാനവും കൊണ്ട് നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, നമുക്കത് ക്ഷീണമാണ്.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഉത്തരവ് റദ്ദ് ചെയ്ത് കേരളത്തിൻ്റെ മാനവും അഭിമാനവും രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. UDF നേരത്തെ ഇക്കാര്യത്തിലൊരു പ്രതികരണം നടത്തണ്ടേ, മറുപടി പറയണ്ടേ? UDF നേതൃത്വം മറുപടി പറയണം, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം മറുപടി പറയണം, ബഹുമാനപ്പെട്ട മന്ത്രി ഷാജി മറുപടി പറയണം. ഇത് തെറ്റായ ഒരു സന്ദേശമല്ലേ കൊടുക്കുന്നത്? കാപ്പ കേസിലെ പ്രതിയും കേസിലെ പ്രതിയും ജയിലിൽ കിടക്കുമ്പോൾ അയാളെ ഏതെല്ലാം രൂപത്തിൽ സഹായിക്കാൻ കഴിയും എന്നുള്ള നിലയിലുള്ളൊരു ഉത്തരവ് ഇറക്കുന്നത് ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്ന കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് ഇത് ഈ നേതൃത്വഭാഗം തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഈ കോർപ്പറേഷനിലെ കൗൺസിൽ യോഗങ്ങളുടെ മിൻസ് ബുക്ക് ഗവൺമെൻറ് പരിശോധിക്കണം. അതൊക്കെയാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്, പരിശോധിക്കണം. ഇപ്പോൾ 4 കൗൺസിൽ യോഗം കഴിഞ്ഞിരിക്കുന്നു, അടിയന്തരമായി നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളടക്കം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എന്തായാലും ആർ സുഗതന് വേണ്ടി നടത്തിയ നീക്കങ്ങൾ BJP UDF ഡീലെന്ന് തന്നെയാണ് മുൻ മന്ത്രി വി ശിവൻകുട്ടി ആരോപിക്കുന്നത്. സാദിഖ് പാറക്കലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.